ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ചെസ്റ്ററിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ബസ്സിന് പോണ ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം 5:45 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെട്ടമൊന്നും ശരിക്കും വന്നിട്ടുണ്ടാവില്ല. ആക്ച്വലി ഇപ്പോൾ കുറച്ചും കൂടി വെട്ടം ഉണ്ടെന്ന് പറയാം. വിൻ്റർ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല വെട്ടം കുറവായിരിക്കും. നമ്മൾ ഇവിടെ UK വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഡിസംബറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസംബർ ടൈമിൽ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കോളേജിൽ പോകുമ്പോഴും ഇരുട്ടായിരിക്കും, തിരിച്ച് വരുന്ന ടൈമിലാണെങ്കിൽ അപ്പോഴും ഇരുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇവിടെ എന്താ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലേ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുമായിരുന്നു. വിൻ്റർ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 4:30 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വൈകുന്നേരവും ഇരുട്ടാവുമായിരുന്നു. അപ്പോൾ നമ്മളിതാ ബസ്സൊക്കെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ളത് ക്യൂൻസ് പാർക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ആക്ച്വലി പല പല ലൊക്കേഷനുകളിൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ക്യൂൻസ് പാർക്കാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ കാണുന്ന വഴിയെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീലേഴ്സ് ക്യാമ്പസിലും എത്തും കേട്ടോ. അപ്പോൾ ശ്രുതി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ശ്രുതിക്ക് മഴ നനഞ്ഞ ശബ്ദമൊന്നുമില്ല, അതാണ് കീന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും ക്ലാസ്സിൽ പോയും വരുമൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ കോളേജിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പിന്നെയും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ കുറേ കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് ഉള്ളത്. നമുക്കിപ്പോൾ ഡെസേർട്ടേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ വീക്ക്ലി 1 ഡേ ക്ലാസ് ഉള്ളൂ കേട്ടോ. മൺഡേയ്സ് മാത്രം, അതും വളരെ കുറച്ച് മണിക്കൂറുകളാണ് ക്ലാസ് ഉള്ളൂ, 1.5 മണിക്കൂർ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എന്നും ഈ ഒരു ഗാർഡൻ പാസ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്നും നമ്മൾ പോകുമ്പോൾ നിറയെ അണ്ണാറക്കണ്ണന്മാരെ കാണാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ അണ്ണാറക്കണ്ണന്മാരെ ആൾക്കാർ ഫീഡ് ചെയ്യണത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഈ അണ്ണാറക്കണ്ണന്മാർ ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ അതുങ്ങൾ ഓടി നമ്മുടെ അടുത്തേക്കും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ശ്രുതിയുടെ കയ്യിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ചപ്പാത്തി കൊടുത്തു നോക്കാമെന്ന്. പക്ഷേ നമ്മൾ ചപ്പാത്തി എടുത്ത് കൊടുത്തു നോക്കിയിട്ടൊന്നും അതൊരു മൈൻഡും ഇല്ല. അവന്മാർക്ക് നട്ട്സ് തന്നെ വേണമെന്ന് തോന്നുന്നു. കൊടുത്തോക്കെ. അങ്ങനെ നമ്മൾ കൊടുത്തത് കഴിക്കാണ്ട് അവൻ തിരിഞ്ഞു നോക്കാണ്ട് ഒറ്റ ഓട്ടം കൊടുത്തു കേട്ടോ. പക്ഷെ അവിടെ അയാളുടെ അടുത്തേക്ക് അവർ ഓടിച്ചെല്ലുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിലിരിക്കുന്ന ആ പാക്കറ്റ് ഫുള്ള് നട്ട്സ് ആയിരുന്നു. അപ്പോൾ നട്ട്സ് ആയിരിക്കും ഇവർ കഴിക്കുക. നമ്മൾ കോളേജിലോട്ട് വരുകയും പോവുകയും ചെയ്യുന്ന വഴിയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ആക്ച്വലി ചെസ്റ്റർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല ചെസ്റ്ററിലോട്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെസ്റ്റർ സൂ ഒക്കെ കാണാനായിട്ട് ഒരു ദിവസം എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് കഥയൊക്കെ പറഞ്ഞ് വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബസ് കയറാൻ വേണ്ടിയിട്ടായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രുതിയാണ് പറയണത് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് എനിക്കും കത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും വഴിയൊന്നും മനസ്സിലാക്കുകയും ഓർത്തിരിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ മാപ്പൊക്കെ ഇട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ബസ്സിലിങ്ങനെ വരുമ്പോൾ ചെസ്റ്റർ സൂവിൻ്റെ അവിടെ എത്തുമ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരാളെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. ആക്ച്വലി ഈ ബസ്സിന് പോക്കും വരവൊക്കെ കുറച്ച് ടയറിങ് ആണെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ എല്ലായിടത്തും എല്ലാവരുടെയും കയ്യിൽ നായ്ക്കുട്ടികളെ കാണാൻ പറ്റുമെന്ന്. അതുപോലെ ഞാൻ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ അതിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടോ.